നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഹരീഷ് നാരായൺ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഹരീഷ്, ഞാൻ നേരത്തെ ശ്രീജിത്തിനോട് ചോദിച്ചു തുടങ്ങിയത് പല വിവാദങ്ങൾ ഇത്തവണ പാലക്കാടൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. വളരെ അപ്രതീക്ഷിതമായി LDF പാളയത്തിലേക്ക് എത്തിപ്പെട്ട പി സരിനായിരുന്നു അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ച സ്ഥാനാർത്ഥിയെന്ന് ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ പറയുന്നു. ഒപ്പം വലിയ പ്രതീക്ഷയിൽ കോൺഗ്രസ് ഉണ്ട്. ഭൂരിപക്ഷം ഉയർത്തുക എന്നത് മാത്രമായിരുന്നു പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനുണ്ടായിരുന്ന വെല്ലുവിളി. മറുവശത്ത് കോൺഗ്രസിൽ നിന്ന് ചേക്കേറിയ സരിൻ ഒരു വെല്ലുവിളിയാകുമോ എന്നുള്ളത് കൂടി നമ്മൾ കണ്ടറിയേണ്ടത്. എന്തായാലും വലിയ വിവാദങ്ങൾക്കൊടുവിൽ പാലക്കാടൻ ജനത പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണുള്ളത്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഹരീഷ് എവിടെയാണുള്ളത്? ഞാനിപ്പോൾ ഈ ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിലാണുള്ളത് പാലക്കാട്. ഇവിടെയാണ് സരിൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. കൃത്യം 7 മണിക്ക് തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തി. പക്ഷേ സംഭവിച്ചത് VVPAT മെഷീനിലെ ഉള്ള ഒരു ബാറ്ററി തകരാറ് മൂലം അദ്ദേഹത്തിന് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അത് അല്പസമയത്തിനകം തന്നെ ആൾ വന്ന് ശരിയാക്കുമെന്നാണ് പറഞ്ഞത്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആദ്യത്തെ ആ ഒരു വോട്ടിങ്ങിൽ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു തകരാറ് ഈ ഒരു VVPAT മെഷീന് സംഭവിച്ചു. അതുകൊണ്ട് അദ്ദേഹം കൃത്യം 7 മണിക്ക് തന്നെ എത്തിയെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചില്ല. അദ്ദേഹം ഇപ്പോഴും ഈ ഒരു ബൂത്തിൽ തുടരുന്നുണ്ട്. ഈ ഒരു മെഷീൻ്റെ തകരാറ് പരിഹരിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് വോട്ടിങ്ങിലേക്ക് കടക്കാൻ പറ്റൂ. രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ളൊരു തിരക്കാണ് ഈ ഒരു ബൂത്തിൽ കാണാൻ സാധിച്ചത്. വനിതാ വോട്ടർമാരാണെങ്കിലും പുരുഷ വോട്ടർമാരാണെങ്കിലും നിരവധി പേരാണ് രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സരി നേരത്തെ സൂചിപ്പിച്ചു അതുതന്നെയാണ്. എല്ലാ പോളിംഗ് ബൂത്തിലും രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതായത് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടേഴ്സ് വളരെ നേരത്തെ തന്നെ പാലക്കാട്ട് വിവിധ ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ പല ബൂത്തുകളിലും ചെറിയ രീതിയിലുള്ള ഈ മെഷീനിന് ചെറിയ രീതിയിലുള്ള തകരാറുകൾ ഉള്ളതായുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സരിൻ വോട്ട് ചെയ്യാനെത്തിയ ഇവിടുത്തെ ഈ ഒരു 88 നമ്പർ ബൂത്തിലെ ഈ മെഷീനാണ് ചെറിയ രീതിയിലുള്ളൊരു തകരാറ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, വോട്ടിംഗ് തുടങ്ങാൻ സാധിച്ചില്ല. ഇനി അല്പം സമയം വൈകി മാത്രമായിരിക്കും വോട്ടിംഗ് തുടങ്ങുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതുവരെയുള്ള ആളുകൾ അതുവരെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ബാറ്ററി ഈ VVPAT മെഷീൻ്റെ ബാറ്ററിക്കാണ് ചെറിയ രീതിയിലുള്ള തകരാറ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ സരിനടക്കമുള്ള ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ള. എന്തായാലും അല്പസമയത്തിനകം തന്നെ സരിൻ വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്.